രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് മുൻ നിലമ്പൂർ എംഎൽഎ PV അൻവറിന്റേത്. ഇടതുപക്ഷ പാർട്ടിയുമായുള്ള ബന്ധം വേർപെടുത്തി പുറത്തു വന്ന അൻവർ UDF-മായി സഹകരിക്കാൻ തീരുമാനിച്ചതോടെ മലബാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുമെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ ബേപ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന തർക്കങ്ങൾ UDF-നുള്ളിലെ ആഭ്യന്തര കലഹങ്ങളിലേക്കും അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ ശക്തമായ പോരാട്ടം നയിക്കാൻ താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ ബേപ്പൂരിലേക്ക് കളം മാറ്റിയത്. മണ്ഡലത്തിൽ സജീവമായി പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അൻവർ താൻ UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകുമെന്ന ഉറച്ച വിശ്വാസത്തിലുമായിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നടത്തിയ അനുകൂല പ്രസ്താവന അൻവറിന് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. എന്നാൽ ഈ ആത്മവിശ്വാസത്തിന് മേൽ തണുത്ത വെള്ളമൊഴിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഉയർത്തിയ ചോദ്യങ്ങൾ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ബേപ്പൂരിൽ അൻവറിനെ UDF സ്ഥാനാർത്ഥിയായി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും സീറ്റ് വിഭജനം പൂർത്തിയാകാതെ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കർശനമായി വ്യക്തമാക്കി. സതീശന്റെ നിലപാടിന് പിന്നിൽ ചില വ്യക്തമായ കാരണങ്ങളുമുണ്ട്. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലമാണ് ബേപ്പൂർ. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് സീറ്റ് നൽകുന്നത് പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും എതിർപ്പിന് കാരണമായേക്കാം. CK ജാനുവിനെ പോലെയുള്ളവർക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന തീരുമാനം UDF എടുത്തിട്ടുമുണ്ട്. സമാനമായ രീതിയിൽ അൻവറിനും പ്രത്യേക പരിഗണന നൽകേണ്ടതില്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട്. അൻവറിന്റെ ശൈലിയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ VD സതീശനെ പോലെയുള്ള നേതാക്കളെ അലട്ടുന്നുമുണ്ട്.